താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള കർഷക സമരം മൂന്നാം ദിവസവും തുടരുകയാണ്. ഇന്നത്തെ ചർച്ചയിൽ ആവശ്യങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്ന് കർഷകർ വ്യക്തമാക്കി. കർഷകരെ തടയാൻ അതിർത്തികളിൽ കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ്. അതേസമയം ബാരിക്കേഡുകൾ തകർക്കാൻ ഗ്രാമങ്ങളിൽ നിന്നും JCB കൊണ്ടുവരുമെന്നാണ് കർഷകരുടെ പ്രതികരണം. പഞ്ചാബ് അതിർത്തിയിലുള്ള കർഷകർ ദില്ലിയിലേക്ക് മാർച്ച് തുടരാൻ ഇന്നും ശ്രമം നടത്തും. കഴിഞ്ഞ 2 ദിവസങ്ങളിലും സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് മേഖല. കർഷകരുമായി സർക്കാർ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. വൈകിട്ട് 5 മണിക്കാണ് ചർച്ച. ഇത് 3ാം തവണയാണ് കർഷകരും സർക്കാരും തമ്മിൽ ചർച്ച നടത്തുന്നത്. സംയുക്ത കിസാൻ മോർച്ച, കിസാൻ സഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആഹ്വാനം ചെയ്ത ഗ്രാമീണ ബന്ദ് നാളെയാണ്. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസും നാളെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും. കർഷക സമരത്തെ നേരിടാൻ കേന്ദ്രസേനയും ഹരിയാന പോലീസും സർവ്വസന്നാഹങ്ങളും ഉപയോഗിക്കുമ്പോൾ കർഷകർ അവരുടേതായ തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് സമരം നേരിടുന്നത്. അതിർത്തികളിൽ നിന്നും കർഷകരെ അകറ്റി നിർത്താൻ കണ്ണീർവാതക പ്രയോഗമാണ് പ്രധാന ആയുധം. എന്നാൽ നനഞ്ഞ ചാക്കുകളാണ് സമരക്കാരുടെ പ്രതിരോധം. ചാക്കുകൾ നനയ്ക്കാനായി നിരവധി ടാങ്കറുകൾ ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുൾപ്പെടെ സമരക്കാർക്ക് നേരെ തൊടുക്കുന്ന കണ്ണീർവാതക ഷെല്ലുകൾ നനഞ്ഞ ചാക്കുകൊണ്ട് മൂടി തിരിച്ചറിയും. കണ്ണീർവാതക പ്രയോഗത്തെ ടൂത്ത് പേസ്റ്റും മുൾട്ടാനി മിട്ടിയും മുഖത്ത് തേച്ചും കർഷകർ പ്രതിരോധിക്കുന്നു. വെള്ളം സ്പ്രേ ചെയ്തും ഷെല്ലുകൾ നിർവീര്യമാക്കുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള കണ്ണീർവാതക പ്രയോഗത്തെ പട്ടം പറത്തിയും പ്രതിരോധിക്കുന്നുണ്ട്. കർഷകർ ഡ്രോൺ വരുന്ന വഴികളിൽ പട്ടം പറത്തി കുരുക്കിടാനാണ് ശ്രമം. കോൺക്രീറ്റ് ബാരിക്കേഡുകളും സിമൻറ്റ് ബാരിക്കേഡുകളും മറികടക്കാൻ ട്രാക്ടറാണ് കർഷകരുടെ ആയുധം. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളടക്കം ധരിച്ചാണ് ബാരിക്കേഡുകൾ മറികടക്കുന്നത്. വരും ദിവസങ്ങളിൽ ബാരിക്കേഡുകൾ മറികടക്കാൻ JCB അടക്കം ഗ്രാമങ്ങളിൽ നിന്ന് എത്തിക്കുമെന്ന് സമരക്കാർ പറയുന്നു. ഇതിനിടെ താങ്ങുവിലയുടെ കാര്യത്തിൽ പുതിയ കമ്മിറ്റിക്ക് നിർദ്ദേശം തയ്യാറാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കർഷകർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാമെന്ന ഉറപ്പ് കർഷകരുമായി ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കും. സമരം നീളുന്നത് പാർട്ടിയെ ബാധിക്കുമെന്ന് BJP MPമാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.